ആശുപത്രിയിൽ നിന്നാണ് ഹൃദയവുമായുള്ള വാഹനം പുറപ്പെടുന്ന ആംബുലൻസ് ചാക്കയിലൂടെ വിമാനത്താവളത്തിലേക്ക് എത്തും. അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം എയർ ആംബുലൻസ് അതിനായി തയ്യാറായിട്ടുണ്ട്. എയർ ആംബുലൻസിലാണ് കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. വീണ്ടും ഗതാഗതം ഉണ്ടാകുന്ന റോഡ് മാർഗം തന്നെയാണ് കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുവരും എന്നുള്ളതാണ്. എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനൊക്കെയുള്ള നിർദ്ദേശങ്ങളും ഇതിനു മുൻപ് ഇത്തരം ഘട്ടങ്ങളിൽ നൽകിയതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോഴും നൽകിയിട്ടുണ്ട് എന്നതാണ്. 6 അവയവങ്ങളാണ് ഐസക് ജോർജിൻ്റേത്. വിവിധ ആളുകൾക്ക് പുതുജീവൻ നൽകാൻ പോകുന്നത്. ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെ നേരത്തെ പൂർത്തിയായിരുന്നു. ഹൃദയമാണ് ആദ്യം ഇവിടെ നിന്ന് മാറ്റുന്നത്. ഈ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊച്ചി ലിസി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ആംബുലൻസ് കൊണ്ടുപോകുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളാണ്. പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഈ ആംബുലൻസ് പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ലിസി ആശുപത്രിയിൽ തന്നെ ഈ ആംബുലൻസിലാണ് ഈ കിംസിൽ നിന്ന് ഈ വിമാനത്താവളത്തിലേക്ക് ഈ ഹൃദയം കൊണ്ടുപോകുന്നത്. ഇതിനോടകം തന്നെ വിമാനത്താവളത്തിൽ ഹെലികോപ്റ്റർ സജ്ജമായി കഴിഞ്ഞു. ഏകദേശം 5-6 കിലോമീറ്റർ 5.5 കിലോമീറ്റർ ദൂരമാണ് കിംസിൽ നിന്ന് ഈ വിമാനത്താവളത്തിലേക്കുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ആംബുലൻസ് അവിടെ എത്താൻ കഴിയുന്ന തരത്തിൽ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. കാരണം ട്രാഫിക് ഒക്കെ തന്നെ നേരത്തെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ കിംസിൽ നിന്ന് ഈ വിമാനത്താവളത്തിൽ ആംബുലൻസ് എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.